നമസ്കാരം. വളരെ വിജയകരമായി അതിൻ്റെ അവസാന പാദത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കുംഭമേള. ആ കുംഭമേളയെക്കുറിച്ച് ഇപ്പോഴും പലതരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലതും. മലയാളിയായ CK വിനോദിൻ്റെ ആരോപണവും അദ്ദേഹത്തിൻ്റെ പ്രസംഗവുമൊക്കെ നമ്മൾ കേട്ടതാണ്. വെറുതെ അവിടെ പോയി കുളിച്ച് ചൊറു പിടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് താൻ കുളിച്ചില്ല. കുംഭമേള എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല, വിശ്വാസികൾക്ക് ഒരുപക്ഷെ എന്തെങ്കിലും ചെയ്യാനുണ്ടാകും എന്നൊക്കെയാണ് CK വിനീത് പറഞ്ഞത്. തീർച്ചയായും അത് സത്യമായ കാര്യമാണ്. വിശ്വാസികൾക്കാണ് കുംഭമേളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളത്. CK വിനീതിനെ പോലെയുള്ളവർ അവിടെ പോയിട്ട് ഒരു കാര്യവുമില്ല. ഇനി ചൊറിച്ചിൽ വരുമോ ഇല്ലയോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ധാരാളം പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ ഏവരെയും അതിശയിപ്പിക്കുന്ന, ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനം ബോധമുണ്ടാക്കാൻ കഴിയുന്ന ഒരു പഠന റിപ്പോർട്ട് ഗംഗയെക്കുറിച്ച് പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഗംഗയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല നദി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏക തടാകം അല്ലെങ്കിൽ ലോകത്തിലെ ശുദ്ധജലമുള്ള ഏക നദിയായി ഇപ്പോൾ ഗംഗ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ പത്മശ്രീ അജയ് സോങ്കറാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയത്. ഈ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഗംഗ വളരെ ആർട്ടിഫിഷ്യൽ അല്ലാതെ തന്നെ സ്വാഭാവികമായി തന്നെ അതിലെ ജലത്തിനെ ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള ഒരു നദിയാണ് എന്നാണ്. തീർച്ചയായും കുംഭമേളയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം കൃത്യമായി തന്നെ ശുദ്ധീകരിക്കാനുള്ള ശാസ്ത്രീയ സംവിധാനങ്ങൾ അവിടെയുണ്ട്. ഒരു നദി സ്വാഭാവികമായി അതിൻ്റെ ജലത്തെ ശുദ്ധീകരിക്കുക എന്നതിനപ്പുറം ശാസ്ത്രീയമായി ഈ ശുചീകരണ പ്ലാന്റുകൾ അടക്കം അവിടെ സ്ഥാപിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ലിറ്റർ ജലമാണ് ഓരോ ദിവസവും അവിടെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെല്ലാം അപ്പുറം ഗംഗയ്ക്ക് ഈ വലിയ രീതിയിലുള്ള മാലിന്യത്തെ ചെറുക്കാനും ബാക്ടീരിയകളെ നശിപ്പിക്കാനുമുള്ള കഴിവ് ഈ നദിക്കുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. കാരണം ഗംഗാ നദിയെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഈ ബാക്ടീരിയോഫേജസ് എന്ന് പറയുന്ന സൂക്ഷ്മജീവികളാണ്. ബാക്ടീരിയോഫേജസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലും മണ്ണിലും അതുപോലെ തന്നെ മനുഷ്യൻ്റെ കുടലിലും ഒക്കെ കാണപ്പെടുന്ന അപകടകാരികളല്ലാത്ത സൂക്ഷ്മജീവിയാണ്. വൈറസ് വിഭാഗത്തിൽപ്പെട്ടവയാണ് ഇവ. ഹാംഫുൾ ആയിട്ടുള്ള, അതായത് അപകടകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു, മാലിന്യങ്ങളെ ഇല്ലാതാക്കുന്നു. ഇതാണ് ഇവയുടെ ധർമ്മം. 1100ഓളം ഇനം ബാക്ടീരിയോഫേജസുകളാണ് ഗംഗാ നദിയിലെ വെള്ളത്തിൽ ഇപ്പോൾ ഈ പഠനപ്രകാരം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 60 കോടിയിലധികം ജനങ്ങൾ അവിടെ വന്നിട്ടും അവരെല്ലാം മുങ്ങിക്കുളിച്ചിട്ടും ഗംഗയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ബാക്ടീരിയോഫേജസുകളാണ് എന്നാണ് ഇദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന് രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അദ്ദേഹം നിരവധി ശാസ്ത്ര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ അല്ലെങ്കിൽ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം അടക്കം അംഗീകരിക്കുകയും അനുമോദിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇത്തരത്തിൽ ഈ കുംഭമേളയുടെ അടിസ്ഥാനത്തിൽ കുംഭമേളയ്ക്കെതിരെ പ്രചരിപ്പിക്കപ്പെടുന്ന പ്രചരണങ്ങളിൽ ഒന്ന് ഈ ആളുകൾ പോയി പുണ്യസ്നാനം നടത്തുന്ന ഗംഗ അശുദ്ധമാണ് എന്നാണ്. എന്നാൽ ഗംഗ അശുദ്ധമല്ല. സ്വാഭാവികമായി തന്നെ ഈ ഗംഗയ്ക്ക് സ്വയം ശുദ്ധീകരിക്കാനുള്ള ഒരു കഴിവുണ്ടെന്നും ആ കഴിവ് ഈ പറയുന്ന സൂക്ഷ്മജീവികളുടെ ബലത്തിലാണെന്നും 1100-ൽ പരം ബാക്ടീരിയോഫേജസുകൾ ഗംഗാ നദിയിലുണ്ട് എന്നും ആത്മവിശ്വാസം ജനിപ്പിക്കുന്ന ഒരു പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുംഭമേള അവസാന പാദത്തിലാണ്. ഫെബ്രുവരി 26 വരെയാണ് കുംഭമേള നിശ്ചയിച്ചിരുന്നത്. 2 ദിവസത്തേക്ക് കൂടി നീട്ടാൻ, ഇപ്പോഴത്തെ തിരക്ക് പരിഗണിച്ചുകൊണ്ട് 2 ദിവസത്തേക്ക് കൂടി കുംഭമേള നീട്ടാൻ യോഗി ആദിത്യനാഥ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അതനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങളും നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുംഭമേളയ്ക്കെതിരെ ഉയരുന്ന ദുഷ്പ്രചരണങ്ങൾക്കെതിരെയും സർക്കാർ കടുത്ത നടപടി സ്വീകരിക്കുകയാണ്. വെള്ളം മലിനമാണ് എന്നതിൻ്റെ എന്ന പ്രചരണം, ആ പ്രചരണത്തെ ശാസ്ത്രീയമായി തന്നെ ഖണ്ഡിക്കുകയാണ് ഈ പഠന റിപ്പോർട്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.